ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. സച്ചിനെ രേവതിയെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു ചെമ്പനീർ പൂവിൻ്റെ പ്രൊമോ റിവ്യൂ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ കൂട്ടുകാരെ. അങ്ങനെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെയും പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചിനെ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടിയിട്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ വന്നിട്ട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്താ ബോസെ മറന്നോ, അതോ മറന്ന പോലെ ഭാവിക്കുകയാണോന്ന് ചോദിക്കാനോ നമ്മളെ ശ്രുതി വിട്ട ആ ചങ്ങാതി. അപ്പോൾ സച്ചി പറയാണ്, എനിക്ക് താൻ ആരാന്ന് അറിയില്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ ബോസേ, നമ്മൾ അന്നും കൂടി സംസാരിച്ചല്ലേ, സത്യത്തിൽ എനിക്ക് തന്നെ ഓർമ്മയില്ലടോ എന്ന് പറയണം നമ്മുടെ സച്ചി. പക്ഷെ അയാൾ സച്ചിനെ വിടാനുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ. പുള്ളിക്കാരൻ പറയുകയാണ്, ഞാൻ ഇവിടെ വെച്ചിട്ട് ബോസിനെ കാണുന്നു ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ രവിയേട്ടൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് മധുസൂദനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മധുസൂദനാണെങ്കിൽ മെയിൻറ്റ് കൂടി ചെയ്യുന്നില്ല. മധുസൂദൻ വേറൊരു കൂട്ടുകാരനോട് പറയുകയാണ്, കുപ്പയിൽ കിടന്നവർ ഇപ്പം പെട്ടെന്ന് തങ്കമാളികയിലെത്തി. ഓരോരുത്തരുടെ കയറി യോഗം, അല്ലാതെ എന്ത് പറയാമെന്ന് പറയാണ്. അദ്ദേഹം നമ്മുടെ രവിയേട്ടനും ഭയങ്കര ഫീലാവുകയാണ്. രവിയേട്ടനാണ് കൂട്ടുകാരനോട് പറയുന്നത്, അദ്ദേഹം എനിക്ക് റെസ്പെക്റ്റ് തരില്ല എന്ന് ഞാൻ മുന്നേ കൂട്ടി വിചാരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ കൂട്ടുകാരനോട്. പിന്നീടാണെങ്കിൽ വർഷയുടെ അമ്മ വന്നിട്ട് ചന്ദ്രമതിയോട് പറയാണ്, അതേ പ്രശ്നം നടക്കണാട്ടി മുന്നേ പെട്ടെന്ന് ചടങ്ങ് നടത്തണമെന്ന് പറയാം. അപ്പോൾ ചന്ദ്രമതി എന്ത് പ്രശ്നം ഇവിടെ നടക്കാൻ പോകണമെന്ന് പറയുകയാണ്. പക്ഷെ നമ്മുടെ സച്ചി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ പാഞ്ഞു പോണൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും പോണേ കൂട്ടുകാരെ.